ഹായ് ഓൾ, എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഡൗട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ആൻഡ് ഏജ് ലിമിറ്റ് ഇതെല്ലാം കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും EZB അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് 2025 സെപ്റ്റംബർ മാസത്തിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പരീക്ഷയുടെ 2021 സെപ്റ്റംബർ മാസം, അതായത് 15-ാം തീയതിയായിരുന്നു 2021 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ആൻഡ് അതിനുശേഷം 2024 നമുക്ക് എന്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു NCA നോട്ടിഫിക്കേഷൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരൊറ്റ എക്സാം ആയിരുന്നു, സിലബസ് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം സിലബസ് പ്രകാരം തന്നെയായിരുന്നു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരൊറ്റ എക്സാം, അതായത് ഒരു മെയിൻസ് എക്സാം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സാമിനെ പരിഗണിക്കാം. അതായത് പ്രിലിംസ് മെയിൻസ് എന്നുള്ള സെപ്പറേഷൻ ഇല്ലാതെ തന്നെ ഒരൊറ്റ എക്സാം ആയിട്ട് നടത്താനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. ഇനി അൾട്ടിമേറ്റ് PSC ഇഷ്ടമാണ്, അവർക്ക് എങ്ങനത്തെ ഡിസിഷൻസ് വേണമെങ്കിലും എടുക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ PSC 2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെയും ബേവ്കോയുടെയും കമ്പനി ബോർഡ് LGSന്റെയും നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. നോട്ടിഫിക്കേഷൻ 2025 ഡിസംബർ മാസത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണ്. ആൻഡ് നിങ്ങൾക്കറിയാം, റവന്യൂ വകുപ്പിൽ ഈ ഒരു സാലറി 2021 ഇതിന്റെ റിവൈസ്ഡ് ആയിട്ടുള്ള വേർഷനൊക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല ജില്ലാ തലത്തിലാണ് നിയമനങ്ങൾ വരുന്നത്, ജില്ലാ തലത്തിലാണ് വേക്കൻസീസ് പോകുന്നതൊക്കെ നിങ്ങൾക്ക് എന്താണ് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഇനി ഇതിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള യോഗ്യതയാണ് എല്ലാവർക്കും കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളത്. എടാ, നിങ്ങളിപ്പം ഒരു 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങളിപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും ലിറ്ററസി റേറ്റ് ഉള്ള കേരളത്തിലെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം, നിങ്ങൾക്കറിയാം. അതിൽ തന്നെ ഒരു 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ മിക്കവരും നമ്മളുടെ പഴയ വീട്ടിലുകൾ തൊട്ട് നമ്മുടെ മീൻസ് പഴയ ആളുകൾ പോലും ഉണ്ട്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ പ്രീ ഡിഗ്രി ഉണ്ട് പണ്ടത്തെ, അല്ലെങ്കിൽ +2 ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, അതുപോലെ PG ഉണ്ട്. നിങ്ങൾക്ക് ഏതൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അതായത് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് വരുന്ന രണ്ടാമത്തെ നമ്മളുടെ ക്വറി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, നിങ്ങൾ PG ഉള്ളവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വരുന്നത്, നമുക്ക് വേരിയസ് LGS അതുപോലെ വരുന്ന LGS ലെവൽ പോസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിന് നമുക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വരുന്ന കമ്പനി ബോർഡ് LGS നമുക്കറിയാം ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ കമ്പനികളുടെ ബോർഡിന് അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കമ്പനി ബോർഡ് LGSന് പോലും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ദെൻ ഇവിടെ നിങ്ങൾ ഒരു 10ാം ക്ലാസ് ക്വാളിഫൈഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യമാണ്, വിദ്യാഭ്യാസവും കഴിഞ്ഞു, അടുത്തത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് ആണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഏജ് ലിമിറ്റ്. ഇപ്പം ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് PSC 2025 റീസെൻ്റ് ആയിട്ട് നമുക്ക് പുറത്തിറക്കിയ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അതുപോലെ SBCIDയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു ഏജ് ലിമിറ്റ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് ഈ വർഷം വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാത്തിൻ്റെയും, അതായത് ഡിസംബർ വരെ വരുന്ന നോട്ടിഫിക്കേഷനിൽ എല്ലാവരുടെയും ഏജിൻ്റെ ഈ ഒരു ക്രൈറ്റീരിയ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി. ഓക്കെ, ജനറൽ കാറ്റഗറി ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് നിങ്ങൾ ഏതിൽ ജനറൽ കാറ്റഗറി ആളുകൾക്കാണെങ്കിൽ ഈ ഒരു ഏജ് ലിമിറ്റിനുള്ളിലാണ് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നിങ്ങൾ ഒരു OBC കാറ്റഗറിയിലെ ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സ് വരെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ SC ST ആണെങ്കിൽ 5 വർഷത്തെ, അതായത് 36 + 5 വർഷത്തെ എന്തുണ്ട്, ഏജ് റിലാക്സേഷനും നിങ്ങൾക്കിവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഏജ് ലിമിറ്റ്, ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ആ ഒരു ഇയർ ആണ്. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 2/1, അതായത് ജനുവരി 2, 1989 2007, അതായത് നിങ്ങൾ ഈ ഒരു തുടക്കം തൊട്ട് ഇട്ടേക്കുന്നത് അല്ലേ. അപ്പം ജനുവരി മാസം 1989
ജനുവരി മാസം 2007 വരെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് നമ്മൾക്ക് ഇട്ടിരിക്കുന്നത് എന്താണ്, നമുക്ക് ജനറൽ കാറ്റഗറിയുടെയാണ്. അപ്പോൾ ഒരു OBC എന്ന് പറയുമ്പം എത്ര വരും, 1986 ജനുവരി മാസം ജനിച്ച ഉദ്യോഗാർത്ഥി ആണ് എങ്കിൽ OBC കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇതിന് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ VFA മാത്രമല്ല, ഈ ഒരു ടൈമിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ആവട്ടെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കൂടെ ബെവ്കോ LDC നമുക്ക് വരാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LDC വരാൻ പോകുന്നുണ്ട്. ഇതിനെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏജ് ലിമിറ്റ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു കോഴ്സ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രയാണം എന്ന് പറയുന്ന 3-in-1 ബാച്ചാണ്. അതായത് നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റെയും ബേവ്കോയുടെയും കമ്പനി ബോർഡ് LGS ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള സിംഗിൾ പ്രിപ്പറേഷൻ കോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആപ്ലിക്കേഷൻ AZB അക്കാഡമി ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കോഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേവ്കോ അല്ലെങ്കിൽ പ്രയാണം എന്ന് പറയുന്ന നമ്മുടെ കോഴ്സ് കാണാം. അതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചില ബൈ ആൻഡ് താങ്ക് യു.